നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ അതിർത്തി മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ കനത്ത ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി കടക്കേണ്ട ആവശ്യകതയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി തന്നെ പാകിസ്ഥാന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് കൃത്യമായ ഭാഷയിലുള്ള മറുപടി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു നമ്മുടെ രാജ്യം. 2025 ഏപ്രിൽ മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി എന്നത് കേവലം ഒരു തിരിച്ചടി ആയിരുന്നില്ല, മറിച്ച് ശത്രുവിൻ്റെ സൈനിക ആസ്ഥാനങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കിയ കൃത്യതയാർന്ന ഒരു തന്ത്രപ്രധാന നീക്കമായിരുന്നു. മാസങ്ങളോളം തങ്ങൾക്കുണ്ടായ കനത്ത പ്രഹരം, ആ ആഘാതം, അതിൽ നിന്നും കരകയറാൻ പോലും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. ഇത്രയും കാലം ലോകത്തിന് മുന്നിൽ നാണക്കേട് ഭയന്നത് മറച്ചുവെച്ചു. ഏറ്റവും അവസാനം മറ്റ് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പാകിസ്ഥാൻ പത്രസമ്മേളനത്തിൽ തന്നെ തങ്ങൾക്കുണ്ടായ അനുഭവം അത് തുറന്നടിക്കുകയാണ്. ഓരോന്നോരോന്നായി സത്യങ്ങൾ ഭയന്ന് വിറച്ചുകൊണ്ട് ലോകത്തോട് തുറന്ന് സമ്മതിക്കുന്നു. ഇന്ത്യയുടെ ആധുനിക ഡ്രോണുകൾക്ക് മുന്നിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ്. ഏതു തരത്തിലുള്ള ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയൊക്കെ തന്നെ നിർവീര്യമാക്കി എന്നുള്ളതും പാകിസ്ഥാന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. തുർക്കിയുടെ കരുത്തുണ്ടായിട്ടും ചൈനയുടെ പിൻബലമുണ്ടായിട്ടും അമേരിക്കയുടെ വീര്യമുണ്ടായിട്ടും അതിനെ ഒന്നും തന്നെ ഇന്ത്യക്ക് മുന്നിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തങ്ങളുടെ പ്രതിരോധം പാളിയെന്ന് പാകിസ്ഥാൻ തന്നെ വാർഷിക അവസാന വാർത്താ സമ്മേളനത്തിൽ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്ലാനിങ്ങും കരുത്തും എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു ആക്രമണമായിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ തുറന്നു പറച്ചിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. പഹൽഗാം ആക്രമണത്തിൻ്റെ പ്രതികാരമായി മെയ് 7 പുലർച്ചെയാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാക് അധിനിവേശ കശ്മീരിലെ 9 ഭീകര ക്യാമ്പുകളെ ചുട്ട് ചാമ്പലാക്കി. അങ്ങനെയായിരുന്നു തുടക്കം. ഭീകര കേന്ദ്രങ്ങൾക്കപ്പുറം അവർക്ക് താവളമൊരുക്കിയ പാകിസ്ഥാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ കൂടി ഇന്ത്യ അന്ന് ലക്ഷ്യമിട്ടിരുന്നു. റാവൽപിണ്ടിയിലെ അതീവ പ്രാധാന്യമർഹിക്കുന്ന നൂർഖാൻ വ്യോമതാവളമടക്കം 11 വ്യോമതാവളങ്ങളെയാണ് ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ റഡാറിൽ നിന്നും വെട്ടിക്കാനോ കടന്നു കളയാനോ ആർക്കും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കേന്ദ്രത്തിനും അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. വെറും 36 മണിക്കൂറിനുള്ളിൽ 80ഓളം ഡ്രോണുകളാണ് അതിർത്തി കടന്ന് പാക് വ്യോമതാവളങ്ങളിലേക്ക് എത്തിയത്. ഇതിൽ ഭൂരിഭാഗവും തടഞ്ഞുവെന്ന് പാകിസ്ഥാൻ അന്ന് അവകാശപ്പെട്ടെങ്കിലും ഇന്ന് യാഥാർത്ഥ്യം എന്തെന്നുള്ളത് പുറത്തു വരികയാണ്. ഭൂരിഭാഗവും പാകിസ്ഥാൻ തടഞ്ഞെന്ന് പറയുമ്പോഴും പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ഇവയൊക്കെ തടയാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നൂർഖാൻ ബേസിലുണ്ടായ സ്ഫോടനങ്ങളും നാശനഷ്ടങ്ങളും അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോയി. ആക്രമണത്തിൻ്റെ വ്യാപ്തി കുറച്ചു കാണിക്കാൻ പല രീതിയിൽ, പല തരത്തിൽ, പല സമയങ്ങളിൽ പാക് ഭരണകൂടം ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും കണക്കുകളും ഇന്ത്യ അടക്കം പുറത്തുവിട്ടു. സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ട് പ്രതിരോധത്തിലാക്കി പാകിസ്ഥാനെ. ഏറ്റവും ഒടുവിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ട പട്ടികയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന കാലയളവിൽ കൊല്ലപ്പെട്ട 138 സൈനികരുടെ വിവരങ്ങളുണ്ട്. നാശനഷ്ടങ്ങൾ നിസ്സാരമാണെന്ന് പാകിസ്ഥാൻ ഉയർത്തുമ്പോഴും ഇന്ത്യൻ ആർമി വെറ്റീറൻ ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൺ അതിശക്തമായി അതിനെ തള്ളിക്കളയുന്നുണ്ട്. നൂർഖാൻ വ്യോമതാവളത്തിന് പുറമെ സർഗോധ, റഫീഖി, ജൊക്കോബാദ് തുടങ്ങിയ കേന്ദ്രങ്ങൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു. ഇന്ത്യ തൊടുത്തുവിട്ട മിസൈലുകൾ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പാകിസ്ഥാൻ ലഭിച്ചത് വെറും 45 സെക്കൻഡ് സമയം മാത്രം. ഈ വെളിപ്പെടുത്തലടക്കം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയെയും വേഗതയെയും ഒക്കെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി എടുത്തു കാട്ടുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് കൊടുത്ത പാഠം അതിലളിതം. ഇനി മേലാൽ ഇന്ത്യക്ക് നേർക്ക് കളിക്കരുത്. പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കനത്ത വില നൽകേണ്ടി വരും. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ തന്നെയായിരിക്കും. ഇന്ത്യയുടെ തദ്ദേശീയമായ 90% വരുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ആക്രമണം ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ മേധാവിത്വം തന്നെ ഉറപ്പിക്കുന്നതാണ്. വെറുമൊരു മിന്നലാക്രമണം എന്നതിലുപരി ശത്രുവിൻ്റെ സൈനിക അച്ചടക്കത്തെയും പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും ഇതിലൂടെ തകർക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഇതിൻ്റെ വിജയം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം കൂടുതൽ ശക്തമായതിൻ്റെ സൂചനയായാണ് വിദേശ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.